ജനൽച്ചില്ലിൽ വീണ് തളരുന്ന മഴത്തുള്ളികളെ നോക്കി നിൽക്കുമ്പോൾ മീരയുടെ മനസ്സിൽ ശൂന്യത മാത്രമായിരുന്നു. ആ വീടിൻ്റെ അന്തരീക്ഷത്തിന് ഇപ്പോഴും മരണത്തിൻ്റെ തണുപ്പാണ്. അധികം നാളുകളായിട്ടില്ല അനുചേച്ചി നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട്. ഒരു കാറപകടത്തിൽ രൂപത്തിൽ വന്ന മരണം ചേച്ചിയെ കൊണ്ടുപോയപ്പോൾ പെയ്യാൻ മറന്ന മേഘം പോലെ തനിച്ചായത് അവളുടെ 3 വയസ്സുകാരി മകൾ നിയയും ചേച്ചിയുടെ ഭർത്താവ് മാധവനുമായിരുന്നു. കുടുംബത്തിൻ്റെ സമാധാനത്തിനും മാതൃത്വം അറിയാത്ത ആ കുഞ്ഞിൻ്റെ ഭാവിക്കും വേണ്ടി എല്ലാവരും കൂടി എടുത്ത തീരുമാനമായിരുന്നു മാധവൻ്റെയും മീരയുടെയും വിവാഹം. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് വേറൊരു പെണ്ണ് വന്ന് ആ കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിക്കരുത് എന്ന ഒറ്റ ചിന്തയെ വീട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ. മീരക്കും അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. കാരണം അനുചേച്ചി മീരക്ക് വെറുമൊരു ചേച്ചി മാത്രമായിരുന്നില്ല, അമ്മയെ പോലെയായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കാലുവച്ച ദിവസം മാധവൻ അവളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മീരയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. വിവാഹരാത്രിയിൽ മുറിയുടെ ജനലുകൾ നെടുവീർപ്പോടെ നിന്നിരുന്ന മാധവൻ മീരയെ തിരഞ്ഞു പോലും നോക്കാതെയാണ് അന്ന് സംസാരിച്ചത്. മീര, ഈ കല്യാണം എന്തിനാണ് നടന്നതെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. നീ എൻ്റെ നേക്കുട്ടിക്ക് അമ്മയാണ്. അതിനപ്പുറം എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് അനുവിന് പകരം മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലുമാകില്ല. നീ എൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയായിരിക്കുക. പക്ഷേ എനിക്കൊരിക്കലും നിനക്കൊരു നല്ല ഭർത്താവാകാൻ കഴിയില്ല. ഈ മുറിയിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്നിൽ നിന്ന് ഒരു ഭർത്താവിൻ്റെ സ്നേഹമോ പരിഗണനയോ നീ പ്രതീക്ഷിക്കരുത്. ആ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ ഒരു വലിയ മുള്ളു പോലെ തറഞ്ഞു കയറി. എങ്കിലും അവൾ അതൊരു നെടുവീർപ്പോടെ സഹിച്ചു. എനിക്കറിയാം ഏട്ടാ, എനിക്ക് അനുചേച്ചിയുടെ സ്ഥാനം തട്ടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. നീയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ഏട്ടൻ്റെ ഭാര്യ പദവി പോലും വേണ്ട. എനിക്കെൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് മാത്രമാണ് വലുത്. അന്ന് തുടങ്ങിയതാണ് ആ ജീവിതം. ഒരേ മുറിയിൽ 2 ധ്രുവങ്ങളിൽ കഴുകി മനവുമായി അവർ കഴിഞ്ഞു. പകൽ സമയങ്ങളിൽ മീര നീയക്കുട്ടിയുടെ ലോകത്തായിരുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, കഥകൾ പറഞ്ഞു കൊടുത്തുറക്കുക. നീയയും വളരെ പെട്ടെന്ന് മീരയുമായി ഒത്തുപോയി. അമ്മയെന്ന് വിളിച്ച് ആ കുഞ്ഞ് മീരയുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുമ്പോൾ മീര തൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്നു. പക്ഷേ രാത്രിയാകുമ്പോൾ ആ മുറിയിലെ മൗനം അവളെ ശ്വാസം മുട്ടിച്ചു. മാധവൻ ജോലി കഴിഞ്ഞ് വൈകി വരും. കുഞ്ഞിനുമ്മ വെച്ച് നോക്കി നിൽക്കും. മീരയോട് അപരിചിതരെ പോലെ തന്നെ ആവശ്യത്തിന് മാസം സംസാരിക്കും. നിലത്തിടിച്ച പായയിലോ അല്ലെങ്കിൽ സോഫയിലോ ആയിരിക്കും മാധവൻ്റെ ഉറക്കം. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. അന്ന് നല്ല മഴയുള്ള ഒരു രാത്രിയായിരുന്നു. മാധവൻ ഓഫീസിൽ നിന്ന് വരാൻ വൈകി. കരണ്ടും പോയിരുന്നു. ജനലിലൂടെ അടിച്ചു കയറുന്ന കാറ്റിൽ മെഴുകുതിരി നാളം ഉലഞ്ഞു കളിച്ചു. നീയക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകെട്ടത്. മീര ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പൂർണ്ണമായും മഴയത്ത് കുതിർന്നു നിൽക്കുകയായിരുന്നു മാധവൻ. വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ഏട്ടാ, ഇത്രയും മഴയത്താണോ വന്നത്? കൂടെയില്ലായിരുന്നോ? മീര വെപ്രാളത്തോടെ ചോദിച്ചു. മാധവൻ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറി. അവൻ്റെ മുഖം ചുവന്നിരുന്നു. പനി കാരണം ശരീരം നന്നായി തിളക്കുന്നുണ്ടായിരുന്നു. നടക്കുമ്പോൾ അവൻ അല്പം കാലിടറി. ഏട്ടാ, എന്തുപറ്റി? മീര ഭയത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ ശരീരം ചൂടുകൊണ്ട് കാളുകയായിരുന്നു. പെട്ടെന്ന് മാധവൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ മീരയുടെ തോളിലേക്ക് ചാഞ്ഞു. മീര കഷ്ടപ്പെട്ട് അവനെ താങ്ങിപ്പിടിച്ച് കട്ടിലേക്ക് കിടത്തി. തണുക്കുന്നു മീര, മാധവൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. മീര ഒട്ടും യോജിക്കാതെ അടുക്കളയിൽ പോയി ചൂടുവെള്ളവും തോർത്തും എടുത്തുകൊണ്ടുവന്നു. അവൻ്റെ നനഞ്ഞ ഷർട്ട് ശ്രദ്ധയോടെ അയച്ചു മാറ്റി. വിറക്കുന്ന അവൻ്റെ നെഞ്ചിലെയും മുഖത്തെയും വെള്ളത്തുള്ളികൾ അവൾ തോർത്തുകൊണ്ട് മെല്ലെ തുടച്ചു. മാധവൻ പനിച്ചൂടിൽ കണ്ണുകൾ പകുതി അടച്ച് മീരയെ തന്നെ നോക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് മാധവൻ മീരയെ ഇത്ര അടുത്തേക്ക് കാണുന്നത്. മെഴുകുതിരി വെളിച്ചത്തിൽ നനഞ്ഞ തലമുടികളും അവളുടെ പേടിച്ചിരണ്ട കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും. അവൻ അതുവരെ ശ്രദ്ധിക്കാത്ത മീരയുടെ സൗന്ദര്യം അന്ന് ആ ഇരുട്ടിൽ തെളിഞ്ഞു നിന്നു. അനുവിൻ്റേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശാന്തവും ഭംഗിയുള്ളതുമായ ഒരു മുഖം. തീവ്രമായ പനിച്ചൂടിലും അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ വികാരം അലയടിച്ചു. മീര അവൻ്റെ നെറ്റിയിൽ ഇറൻ തുണി വെക്കാൻ തുനിഞ്ഞതും മാധവൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. ഏട്ടാ, മീര ഞെട്ടലോടെ അവനെ നോക്കി. മീര, മാധവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവൻ അവളുടെ കൈ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. ഏട്ടന് നല്ല പനിയുണ്ട്, കിടക്ക്. മീര കൈ വിടുവിക്കാൻ ശ്രമിച്ചു.
പക്ഷേ മാധവൻ അവളെ വിട്ടില്ല. അവൻ അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ആ നിമിഷത്തിൽ മാധവൻ്റെ കണ്ണുകൾ ഉണ്ടായിരുന്നത് ദേഷ്യമോ അകൽച്ചയോ ആയിരുന്നില്ല. പകരം കത്തുന്ന എന്തോ ഒന്നായിരുന്നു. അത്രയും നാൾ ഉള്ളിലടക്കി പിടിച്ച വികാരങ്ങളും ഏകാന്തതയും ആ രാത്രിയുടെ തണുപ്പും അവനെ പാടെ കീഴടക്കിയിരുന്നു. മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മെല്ലെ അവളുടെ മുഖത്തേക്കടുത്തു. ഏട്ടാ, വേണ്ട. മീരയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ ഹൃദയം പടപടാ ഇടിച്ചു. പക്ഷേ മാധവൻ കേട്ടില്ല. അവൻ മീരയുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകൾക്കിടയിലാക്കി. ആ നിമിഷം മീരയുടെ എല്ലാ പ്രതിരോധങ്ങളും തകർന്നു വീണു. അത്രയും നാൾ താൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയവും ഒരു പെണ്ണെന്ന നിലയിലുള്ള ആഗ്രഹങ്ങളും അവളിലും അണപൊട്ടിയൊഴുകി. ആ മഴരാത്രിയിൽ കരണ്ടില്ലാത്ത ആ ഇരുണ്ട മുറിയിൽ അവർ രണ്ടുപേരും ഒന്നായി മാറി. ആ നിമിഷം അവർ അനുവിനെയോ തങ്ങളുടെ ഭൂതകാലത്തെയോ ഓർത്തില്ല. മാധവൻ്റെ മനസ്സിൽ അപ്പോൾ മീര എന്ന പെണ്ണിൻ്റെ സൗന്ദര്യവും അവളോടുള്ള വല്ലാത്തൊരു ആസക്തിയും മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ സൂര്യൻ്റെ വെളിച്ചം ജനലിലൂടെ മുറിയിലേക്ക് അടിച്ചു കയറിയപ്പോൾ മീര കണ്ണുകൾ തുറന്നു. തൻ്റെ അരികിൽ തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന മാധവനെ നോക്കിയപ്പോൾ അവൾക്ക് നാണം തോന്നി. തൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം പുലർന്നതുപോലെ അവൾക്ക് തോന്നി. മാധവൻ ഇനി തന്നെ തൻ്റെ ഭാര്യയായി അംഗീകരിക്കും എന്ന് അവൾ പ്രത്യാശിച്ചു. മീര മെല്ലെ എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി അടുക്കളയിലേക്ക് പോയി. സന്തോഷത്തോടെ അവൾ മാധവന് കുടിക്കാൻ ചൂട് കാപ്പി ഉണ്ടാക്കി മുറിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ മുറിയിൽ കണ്ട കാഴ്ച അവൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല. കട്ടിൽ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു മാധവൻ. അവൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നില്ല. പകരം വല്ലാത്തൊരു കുറ്റബോധവും അസ്വസ്ഥതയുമായിരുന്നു. മീര കാപ്പി മേശപ്പുറത്ത് വെച്ചു. ഏട്ടാ, കാപ്പി. മാധവൻ തലയുയർത്തി മീരയെ നോക്കി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ മീര നാണത്തോടെ തല താഴ്ത്തി. പക്ഷേ മാധവൻ പറഞ്ഞ വാക്കുകൾ മീരയെ വീണ്ടും തണുത്തുറഞ്ഞു പോകാൻ പാകത്തിലുള്ളതായിരുന്നു. മീര. മാധവൻ എഴുന്നേറ്റു. അവൻ മീരയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഇന്നലെ രാത്രി സംഭവിച്ചത് അതൊരു തെറ്റായിരുന്നു. മീര ഞെട്ടിത്തറിഞ്ഞ് അവനെ നോക്കി. എനിക്ക് പനിയായിരുന്നു. രാത്രിയിലെ ആ പ്രലോഭനത്തിൽ എനിക്ക് എൻ്റെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അതിനോട് ഞാൻ ചെയ്ത തെറ്റാണിത്. എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മാധവൻ ആ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മീര തളർന്ന് നിലത്തേക്കിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിയിറങ്ങി. ഇന്നലെ രാത്രി തൻ്റെ ശരീരത്തെ വന്ന് പുണർന്നത് പ്രണയം കൊണ്ടായിരുന്നില്ല, വെറുമൊരു ശാരീരിക വികാരം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ നെഞ്ച് തകർന്നു. ആ സൗന്ദര്യത്തിന് മുന്നിൽ കീഴടങ്ങിയ മാധവൻ എഴുന്നേറ്റപ്പോൾ അവളെ വീണ്ടും കുറ്റബോധത്തിൻ്റെ ഭാരത്തിലേക്ക് തള്ളിയിട്ടിരുന്നു. മാധവൻ ഇറങ്ങിപ്പോയ ആ മുറിയിൽ എത്ര സമയം ഇരുന്നു എന്ന് മീരയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. ഒരു നിമിഷത്തെ തെറ്റ് അവൻ്റെ ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. താൻ സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും നൽകിയ നിമിഷങ്ങളെ അവൾ ഒരു തെറ്റായി മുദ്ര കുത്തിയത് മീരയുടെ പെൺമനസ്സിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കണ്ണീരൊഴുക്കി കരയാൻ പോലും കഴിയാത്തത്ര വിതമ്പലുകൾ ഉള്ളിൽ കെട്ടിക്കിടന്നു. പെട്ടെന്നാണ് മുറിക്ക് പുറത്തുനിന്ന് നീയക്കുട്ടിയുടെ കുണുങ്ങിച്ചിരി കേട്ടത്. മീര വേഗത്തിൽ മുഖം തുടച്ചു കഴുകി. കുഞ്ഞിനെ മുന്നിൽ താൻ തളർന്നു വീഴരുത്. അവൾ പുറത്തേക്ക് വരുമ്പോൾ നീയക്കുട്ടി ഉമ്മറത്ത് മാധവൻ്റെ മടിയിലിരുന്ന് കളിക്കുകയായിരുന്നു. മീരയെ കണ്ടതും മാധവൻ പെട്ടെന്ന് കണ്ണുകൾ വെട്ടിച്ചു. അവൻ കുഞ്ഞിനെ നിലത്തിറക്കി വാച്ചിലേക്ക് നോക്കി ധൃതിയിൽ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങുകയാണ്. ഓഫീസിൽ ഇത്തിരി തിരക്കുണ്ട്. വേഗം വരാൻ. മീരയുടെ മുഖത്ത് പോലും നോക്കാതെ മാധവൻ ബാഗുമെടുത്ത് പുറത്തേക്ക് പോയി. അവൻ നടന്നകലുന്നത് നോക്കി നിൽക്കുമ്പോൾ മീരയുടെ മനസ്സിൽ വലിയൊരു മരവിപ്പായിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ ആ വീട്ടിൽ മൗനത്തിൻ്റെ ഭാരം ഇരട്ടിയായി. മുമ്പ് അപരിചിതരെ പോലെയായിരുന്നെങ്കിൽ ഇപ്പോൾ മാധവൻ മീരയെ ബോധപൂർവം ഒഴിവാക്കാൻ തുടങ്ങി. രാത്രിയിൽ അവൻ ജോലി കഴിഞ്ഞ് വളരെ വേഗം മാത്രം വീട്ടിലെത്തി. മീര ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുറിയിലേക്ക് കയറി. മീര തയ്യാറാക്കി വെക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ആ മുഖത്തേക്ക് നോക്കിയില്ല. ആ കണ്ണുകളിൽ സ്നേഹമല്ല, മറിച്ച് മീരയെ അഭിമുഖീകരിക്കാനുള്ള ഭയവും ഒപ്പം താൻ അനുവിനോട് അനാഥത്വം കാണിച്ചു എന്ന തരത്തിലുള്ള കുറ്റബോധവുമായിരുന്നു. എന്നാൽ മീര മാധവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ എത്രയൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ അവൻ അറിയാതെ ആ കണ്ണുകൾ മീരയുടെ മേൽ പതിക്കുന്നത് അവൾ കണ്ടു. ഒരു ദിവസം അടുക്കളയിൽ വെച്ച് ചായ ഗ്ലാസ് എടുക്കുമ്പോൾ മീരയുടെ വിരലുകൾ മാധവൻ്റെ കയ്യിൽ തൊട്ടു. പെട്ടെന്നൊരു വൈദ്യുതി പ്രവാഹം പോലെ മാധവൻ ഞെട്ടി പിന്മാറി.
അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മീര അവനെ തടഞ്ഞു. ഏട്ടാ. മാധവൻ നിന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. എത്ര നാൾ ഏട്ടൻ എന്നെ ഇങ്ങനെ ഒഴിവാക്കും? അന്നത്തെ രാത്രി സംഭവിച്ചത് ഒരു തെറ്റാണെന്ന് ഏട്ടൻ കരുതുന്നുണ്ടാകാം. പക്ഷേ എനിക്കതൊരു തെറ്റായി കാണാൻ കഴിയില്ല. ഞാൻ ഏട്ടൻ്റെ ഭാര്യയാണ്. അനുചേച്ചിയുടെ സ്ഥാനത്ത് നിന്നല്ല ഞാൻ ഏട്ടനെ നോക്കുന്നത്. മീര എന്നെ പെണ്ണായിട്ടാണ്. മാധവൻ്റെ കൈകൾ മുറുകി. അവൻ ദീർഘശ്വാസത്തോടെ തിരിഞ്ഞു. മീര, എന്നെ വീണ്ടും കുറ്റബോധത്തിലേക്ക് തള്ളിയിടരുത്. എൻ്റെ മനസ്സിൽ അനുവിന് മാത്രമാണ് സ്ഥാനം. അന്ന് രാത്രി എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അത് വീണ്ടും ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ മാറി നിൽക്കുന്നത്. തെറ്റോ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം ഭാര്യയോട് തോന്നുന്ന വികാരം തെറ്റാണോ ഏട്ടാ? ചേച്ചി ഇല്ലാത്ത ഈ ലോകത്ത് ഏട്ടനും ഒരു ജീവിതം വേണം. എനിക്കും ഒരു ജീവിതം വേണം. ഏട്ടന് എൻ്റെ ശരീരത്തോട് മാത്രം ആകർഷണം തോന്നിയിട്ട് പിന്നീട് അതിനെ കുറ്റബോധം എന്ന് വിളിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മാധവൻ മറുപടി പറയാൻ തുനിഞ്ഞെങ്കിലും വാക്കുകൾ കിട്ടാതെ അവൻ തല താഴ്ത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ദിവസങ്ങൾ മുന്നോട്ട് പോയി. പെട്ടെന്നാണ് ആ വീട്ടിലേക്ക് പുതിയൊരു വാർത്ത എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീരയ്ക്ക് വല്ലാത്ത ക്ഷീണവും തലക്കറക്കവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത മനം പുരട്ടൽ. ആദ്യമോൾ അത് കാര്യമാക്കിയില്ല. എന്നാൽ രോഗം കടുപ്പമായപ്പോൾ മാധവൻ്റെ അമ്മ നിർബന്ധിച്ച് അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് മീരയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഗർഭിണിയാണ്. അവളുടെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ തുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ നിമിഷം മീര തൻ്റെ സങ്കടങ്ങളെല്ലാം മറന്നു. താൻ മാധവൻ്റേത് മാത്രമായി മാറിയതിൻ്റെ, തങ്ങളുടെ പ്രണയത്തിൻ്റെ അടയാളമായി ഒരു കുഞ്ഞ്. സന്തോഷത്തോടെ വീടണഞ്ഞ മീര രാത്രി മാധവൻ വന്നപ്പോൾ അമ്മയാണ് ആ സന്തോഷ വാർത്ത അവനോട് പറഞ്ഞത്. മാധവ, മീര ഗർഭിണിയാണ്. നമുക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോകുന്നു. വാർത്ത കേട്ട മാധവൻ സന്തോഷിക്കുന്നതിന് പകരം തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. ഭയവും ആശയക്കുഴപ്പവും അമ്പരപ്പുമായിരുന്നു ആ കണ്ണുകളിൽ. അവൻ നേരെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ മീരയും കയറി. ഏട്ടൻ കേട്ടില്ലേ അമ്മ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മീര. മാധവൻ അവളുടെ വാക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഏട്ടാ, എന്തു പറ്റി? ഏട്ടന് സന്തോഷമായില്ലേ? മീര അവൻ്റെ കൈകളിൽ പിടിച്ചു. മാധവൻ ആ കൈകൾ പതിയെ തട്ടിയകറ്റി. സന്തോഷമോ? മീര, നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്? ആ ഒറ്റ രാത്രിയിലെ തെറ്റിനൊടുവിൽ ഇപ്പോൾ ഇത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. അനുവിൻ്റെ സ്ഥാനത്ത് വേറൊരു കുഞ്ഞ്. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മാധവൻ്റെ വാക്കുകൾ മീരയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിയ കത്തി പോലെ പോയായിരുന്നു. ഏട്ടാ, മീര നിലവിളിച്ചു പോയി. ഈ കുഞ്ഞ് ഏട്ടൻ്റെ ചോരയാണ്. നമ്മുടെ കുഞ്ഞാണ്. ഇതിനെയും ഏട്ടൻ തെറ്റിയെന്ന് വിളിക്കുമോ? എൻ്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ അബന്ധത്തിൻ്റെ അടയാളമാണ്, അല്ലാതെ ഒരു പാപമല്ല. എനിക്ക് ചിന്തിക്കാൻ സമയം വേണം മീര. മാധവൻ മുഖം പൊത്തി കട്ടയിൽ ഇരുന്നു. എനിക്ക് അനുവിനോട് ഞാൻ വഞ്ചന കാണിച്ചതുപോലെ തോന്നുന്നു. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ നീക്കുട്ടിക്ക് ഞാൻ നൽകുന്ന സ്നേഹം കുറഞ്ഞു പോകുമോ? അനുവിൻ്റെ ഓർമ്മകളെ ഞാൻ വഞ്ചിക്കുകയാണോ? മീര നിശബ്ദമായി അവനെ നോക്കി. അവളുടെ ഹൃദയം നുറുങ്ങുകയായിരുന്നു. ആ സൗന്ദര്യത്തിന് മുന്നിൽ കീഴടങ്ങി തന്നിലേക്ക് വന്ന പുരുഷൻ ഇപ്പോൾ തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ പോലും ഒരു കുറ്റബോധത്തിൻ്റെ ഭാരമായി കാണുന്നു. മീര നിശ്ചലമായി നിന്നു. അവൾ തൻ്റെ വയറ്റിൽ മെല്ലെ കൈവച്ചു. ഏട്ടന് ഈ കുഞ്ഞിനെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്കിത് വേണം. ഏട്ടൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ വളർത്തും. ഇനി ഞാൻ ഏട്ടൻ്റെ മുന്നിൽ ഒരു ഭാര്യയുടെ അവകാശങ്ങളുമായി വരില്ല. അവൾ കണ്ണിൽ തുടച്ച് ആ മുറിയുടെ ഒരു മൂലയിലേക്ക് നടന്നു. എന്നാൽ മാധവൻ്റെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയിരുന്നു. മീരയോടുള്ള തടയാനാവാത്ത ആകർഷണവും അതേസമയം അനുവിനോടുള്ള കുറ്റബോധവും അവനെ ആകെ തളർത്തിക്കളഞ്ഞു. മീര തന്നിൽ നിന്നും അകലും തോറും അവളുടെ ആത്മാഭിമാനവും സ്നേഹവും മാധവൻ്റെ മനസ്സിനെ കൂടുതൽ ഉലക്കാൻ തുടങ്ങി. ആ രാത്രിക്ക് ശേഷം ആ വീടിൻ്റെ അന്തരീക്ഷം പാടെ മാറി. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒരു തെറ്റിൻ്റെ ആകത്തുകയായി മാധവന് കണ്ടപ്പോൾ മീരയുടെ ഉള്ളിലെ പെണ്ണും അമ്മയും ഒരുപോലെ മുറിവേറ്റു. ഇനി മാധവൻ്റെ സ്നേഹത്തിനോ പരിഗണനക്കോ വേണ്ടി യാചിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ വീട്ടുകാര്യങ്ങളും നീയക്കുട്ടിയുടെ കാര്യങ്ങളും നോക്കുന്നതിൽ അവൾ മുഴുകി. പക്ഷേ മാധവനോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അവൻ്റെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നതോ ചായ കൊണ്ടു കൊടുക്കുന്നതോ ഒക്കെ ഒരു യന്ത്രത്തെ പോലെ ചെയ്തു തീർത്തു. മാധവൻ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
മീരയുടെ ഈ നിശബ്ദത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. വഴക്കിടുകയോ കരയുകയോ ചെയ്തിരുന്നെങ്കിൽ അവൻ സഹിച്ചേനെ. എന്നാൽ അവൾ കാണിക്കുന്ന ഈ വലിപ്പമേറിയ മൗനം അവൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. മീരയുടെ ഗർഭകാലത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വന്നു. ഒരു ദിവസം വൈകുന്നേരം മാധവൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ കണ്ടത് ഉമ്മറത്തെ പടിയിൽ തല കൈവച്ചിരിക്കുന്ന മീരയാണ്. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. മീര, എന്തു പറ്റി? വയ്യാതെ നിൽക്കുകയാണോ? മാധവൻ അറിയാതെ അടുത്തേക്ക് ചെന്നു. മീര മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും തല കറങ്ങി വീഴാൻ പോയി. മാധവൻ പെട്ടെന്ന് ചാടിയെത്തി അവളെ ചേർത്ത് പിടിച്ചു. മീര. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ തൊട്ടതും മീര മെല്ലെ അവനെ തള്ളി മാറ്റി. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ, തനിയെ നടന്നോളാം. മീര വാശി കാണിക്കാതെ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. മാധവൻ ശബ്ദമുയർത്തി. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഏട്ടൻ കുറ്റബോധം കൊണ്ട് വിഷമിക്കേണ്ടതില്ല. മീര ശാന്തമായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ നിമിഷം മാധവൻ്റെ നെഞ്ചിലൊരു മുള്ളു തറച്ചു. താൻ എത്രത്തോളം അവളെ മുറിവേൽപ്പിച്ചു എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അന്നു രാത്രി നീക്കുട്ടി മാധവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിരുന്നു. മീര കട്ടിലിൻ്റെ ഒരറ്റത്ത് ചുമരിലേക്ക് തിരിഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് നീക്കുട്ടി ഉറക്കത്തിൽ അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങിയത്. അവൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. മീര, നീക്ക് നല്ല ചൂടുണ്ട്, മാധവൻ ഭയത്തോടെ വിളിച്ചു. മീര വേഗത്തിൽ എഴുന്നേറ്റ് കുഞ്ഞിനെ തൊട്ടു നോക്കി. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. വൈകുന്നേരം കളിക്കുമ്പോൾ തണുത്ത വെള്ളം കുടിച്ചതാകും. മീര ഒട്ടും സമയം കളയാതെ അടുക്കളയിൽ പോയി തുണിയും വെള്ളവും എടുത്ത് കൊണ്ടുവന്നു. നീക്കുട്ടിയുടെ നെറ്റിൽ ഈറൻ തുണി വെച്ച് കൊടുത്ത് അവൾക്ക് ആശ്വാസം നൽകാൻ മീര നേരം പുലരുവോളം കുഞ്ഞിൻ്റെ അരികിലിരുന്നു. അവളുടെ സ്വന്തം ക്ഷീണമോ ഗർഭകാലത്തെ അസ്വസ്ഥതകളോ അവൾ കാര്യമാക്കിയില്ല. മാധവൻ ഇതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു വശത്ത് സ്വന്തം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലെ മറന്ന് തൻ്റെ ആദ്യ ഭാര്യയുടെ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ പരിചരിക്കുന്ന മീര. അവളിലെ അമ്മയുടെയും പെണ്ണിൻ്റെയും നന്മ മാധവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിന്നു. പുലർച്ചെയായപ്പോഴേക്കും നീക്കുട്ടിയുടെ പനി കുറഞ്ഞു. കുഞ്ഞ് ശാന്തമായി ഉറങ്ങി. ക്ഷീണം സഹിക്കാനാവാതെ മീര കട്ടിലിൻ്റെ ഒരു മൂലയിൽ തല ചായ്ച്ച് ഉറങ്ങിപ്പോയി. മാധവൻ മെല്ലെ എഴുന്നേറ്റ് മീരയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ ചുവന്നു തുടുത്ത കണ്ണുകളും സങ്കടം നിറഞ്ഞ മുഖവും അവൻ നോക്കി നിന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ കണ്ട ആ സൗന്ദര്യം മാത്രമല്ല, ഈ പെണ്ണിൻ്റെ മനസ്സിൻ്റെ ഭംഗിയും അവന് മനസ്സിലാക്കുകയായിരുന്നു. അവർ മെല്ലെ മീരയുടെ അരികിലിരുന്ന് അവളുടെ നനഞ്ഞ തലമുടികൾ പുറകിലേക്ക് ഒതുക്കി വെച്ചു. താൻ എന്തിനാണ് ഈ പെണ്ണിനോട് ഇത്രയും നിഷ്ഠൂരമായി പെരുമാറിയത്? അനുവിൻ്റെ ഓർമ്മകളെ ചെറുത്ത് പിടിക്കുന്നതിനിടയിൽ ജീവിച്ചിരിക്കുന്ന തനിക്കായി ജീവിതം സമർപ്പിച്ച ഈ പെണ്ണിനോട് ഞാൻ അനീതി ചെയ്യുകയായിരുന്നില്ലേ? പെട്ടെന്ന് മീര കണ്ണുകൾ തുറന്നു. മാധവൻ തൻ്റെ മുകളിൽ തുടർന്നത് കണ്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. മാധവൻ കൈ പിൻവലിച്ചില്ല. അവൻ മീരയുടെ കഴുകിൽ മെല്ലെ തൊട്ടു. മീര, അവൻ ശബ്ദം ഇടറി. മീര നിശബ്ദയായി അവനെ നോക്കി. ഞാൻ ഒരു മണ്ടനായിരുന്നു മീര. അനുവിൻ്റെ വേർപാടിന് സങ്കടത്തിലും എൻ്റെ മനസ്സിലെ വല്ലാത്ത കുറ്റബോധത്തിലും പെട്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അന്നത്തെ ആ രാത്രി അത് വെറുമൊരു തെറ്റായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ നിന്നെ അറിയാതെ പുറത്തു വന്ന സ്നേഹമായിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ എൻ്റെ അഹങ്കാരവും കുറ്റബോധവും എന്നെ സമ്മതിച്ചില്ല. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ കുട്ടിയെ നീ നോക്കുന്ന സ്നേഹം കാണുമ്പോൾ, ഈ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, നീ എൻ്റെ ഭാര്യയാണ് മീര. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്ന അനുഗ്രഹം. മാധവൻ മീരയുടെ കൈകൾ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. എന്നോട് ക്ഷമിക്കാമോ നിനക്ക്? ഈ കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനെ എനിക്ക് വേണം. നിന്നെയും എനിക്ക് വേണം. മീരയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ആ നിമിഷം അലിഞ്ഞുപോയി. അവൾ വിതുമ്പിക്കൊണ്ട് മാധവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മാധവൻ അവളെ കൂടുതൽ മുറുകെ ചേർത്ത് പിടിച്ചു. ആ പ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാർമേഘങ്ങളും മാറി പുതിയൊരു സൂര്യൻ ഉദിക്കുകയായിരുന്നു. മൗനത്തിൻ്റെയും അകൽച്ചയുടെയും നാളുകൾ അവസാനിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഹോസ്പിറ്റലിലെ ലേബർ റൂമിന് പുറത്ത് മാധവൻ നെഞ്ചെടുപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവൻ്റെ കൈ പിടിച്ച് 3 വയസ്സുകാരൻ നീക്കുട്ടിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് നേഴ്സ് പുറത്തേക്ക് വന്നു. മാധവൻ ആരാണ്? ഞാനാണ് ഡോക്ടർ. മീരക്ക് സന്തോഷ വാർത്തയാണ്. മീര ഒരു സുന്ദരനായ ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു. മാധവൻ്റെ കണ്ണുകളിൽ ആനന്ദക്കണ്ണീർ നിറഞ്ഞു.
അവൻ നീയക്കുട്ടിയെടുത്ത് ഉമ്മ വെച്ചു. നീയക്കുട്ടി, നിനക്കൊരു അനിയൻ കുട്ടൻ വന്നു കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം മുറിയിലേക്ക് മാറ്റി മീരയുടെ അരികിലേക്ക് മാധവൻ വന്നു. അവൾ തളർച്ചയോടെ കിടക്കുകയായിരുന്നു. അവളുടെ അരികിൽ ഒരു ചെറിയ തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞുണ്ടായിരുന്നു. മാധവൻ മീരയുടെ അരികിലിരുന്ന് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ഒരു ഉമ്മ കൊടുത്തു. നന്ദി മീര, എൻ്റെ ജീവിതം പൂർണ്ണമാക്കിയതിന്. മീര പുഞ്ചിരിച്ചു. നീയക്കുട്ടിയോട് വന്ന് മീരയുടെ അരികിലിരുന്ന് അനിയൻ കുഞ്ഞിനെ കവളിൽ മെല്ലെ തൊട്ടു. ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷം നഷ്ടങ്ങളിൽ നിന്ന് തളരിട്ട ആ കൊച്ചു കുടുംബത്തിൽ ഇപ്പോൾ പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മനോഹരമായൊരു വസന്തം പുലർന്നിരിക്കുകയാണ്.